ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവയാണ് വണ്ടി, പഴയ മോഡൽ ആക്റ്റീവ. നമുക്ക് വർക്കിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാണ് വർക്കെന്ന് പറഞ്ഞാൽ സെൽഫ് ചെക്കപ്പ്, അതേപോലെ തന്നെ വണ്ടി ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യണേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ആവണ്ടായില്ല വണ്ടി. 2 ദിവസം ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ട് 2 ദിവസമായി. നമ്മൾ കിക്കർ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് കുറേ നേരം അടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. കാരണം എൻ്റെ കംപ്രഷൻ ലീക്കായി പോയതാണ് കംപ്ലയിൻറ്റ്. വണ്ടി സ്റ്റാർട്ടായപ്പോൾ സൗണ്ടിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. അതായത് ഓയിൽ തീർന്ന് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ഞാൻ ഓയിൽ ഇപ്പോൾ കുറച്ച് പഴയ ഓയിൽ ഇപ്പോൾ നിലവിൽ ഒഴിച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കംപ്രഷൻ ലീക്കായി പോണ കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് കിക്കർ അടിച്ചാലും വണ്ടി സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത് കംപ്രഷൻ ലീക്ക്. എഞ്ചിൻ ഹെഡിനകത്ത് ഇപ്പോൾ പിസ്റ്റണോ സിലിണ്ടറൊക്കെ തേമാനം വരുമ്പോൾ ആ ഭാഗത്തയുടെ കംപ്രഷൻ ലീക്കേജ് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കിക്കർ എങ്ങനെ അടിച്ചാലും കറക്റ്റ് പവർ കിട്ടാത്തൊരു കണ്ടീഷൻ വരും, വണ്ടി സ്റ്റാർട്ടാവില്ല. അതിനുശേഷം ഒരു ബാറ്ററി സപ്പോർട്ട് ലോഡ് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ചെയ്തെടുത്തത്. നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി 2024 ബാറ്ററിയാണ്. അത് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ആകെ 14 വോൾട്ടേ ഉള്ളൂ. ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. 6.47 വന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 വോൾട്ട് 9 വോൾട്ട് താഴേക്ക് വന്ന ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ആ സ്ഥാനത്ത് നമ്മുടെ ബാറ്ററി ഇപ്പോൾ നിൽക്കുന്നത് 6.47 ബാറ്ററിയുടെ കണ്ടീഷൻ. അപ്പോൾ സെൽഫ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വെച്ച് കഴിഞ്ഞാൽ സെൽഫിൻ്റെ റെഡി ആവും. പക്ഷേ നമുക്ക് അത് മാത്രമല്ല വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംപ്ലയിൻറ്റ്സ് ഉണ്ട്. അതായത് സിലിണ്ടർ പിസ്റ്റണൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്, ബാക്കിലത്തെ ഷോക്ക് അബ്സർ കംപ്ലയിൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ അഴിച്ച് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽട്ടർ ഈ പറഞ്ഞ പോലെ പ്ലഗ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വണ്ടി ഫ്രണ്ട് ഭാഗം പറയാൻ മൊത്തം ഡാമേജാണ്. അതായത് മൺഗാർഡിൻ്റെ വെൽഡിങ്ങൊക്കെ വിട്ട് ഈ ഒരു അവസ്ഥയിൽ കിടക്കണേ. കോൺസെറ്റ്, വീൽ ബെയറിങ്, ബുഷ് സെറ്റ് എല്ലാം തന്നെ പോയി കിടക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പഴയ മോഡൽ വണ്ടിയാണ്. മാർക്കറ്റ് വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ശരിക്കും നല്ല രീതിയിൽ പണിതെടുക്കുകയാണെങ്കിൽ മെച്ചമാണ്. ക്ലിയറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതുമേ പൈസ കയറാമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എമൗണ്ട് വരും ഇതുമേ. അപ്പോൾ അത് നോക്കിയിട്ട് ഒരു 2 വട്ടമെങ്കിലും ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കുക എന്താ ചെയ്യണോ വേണ്ടതെന്നുള്ള ദിവസം ആദ്യം നോക്കാം. പണിയണോ എന്നുള്ള ദിവസം ആദ്യം തീരുമാനിക്കുക. അതിനുശേഷം പണിയണം എന്നാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ പറയാം. ഞാനതനുസരിച്ച് ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ നോക്കി ക്ലിയർ ചെയ്തിടാം. പക്ഷേ വണ്ടിക്ക് മാർക്കറ്റിലൊരു വില ഉണ്ടാവും. ആ വിലയുടെ ഡബിൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് വണ്ടി ചെയ്തു വരും കേട്ടോ. അപ്പോൾ ആലോചിച്ചിട്ട് പറയാം. നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ബാറ്ററി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വണ്ടി സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ആക്കാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. കംപ്രഷൻ ലീക്കാണ് നമ്മുടെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കേണ്ട മെയിൻ റീസൺ. സെൽഫ് എടുക്കാത്തതിൻ്റെ കംപ്ലയിൻറ്റ് ബാറ്ററിയുടെയും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഫ്രണ്ടിലത്തെ ഇതൊക്കെ മൊത്തം പൊട്ടി കിടക്കാം. ബോഡി കവർ മൊത്തം പൊട്ടിപ്പോയിട്ടുണ്ട്. മൺഗാർഡിൻ്റെ വെൽഡിങ് ഉണ്ട്. മൺഗാർഡ് പിന്നെ വെൽഡ് ചെയ്തിട്ട് വേണമെങ്കിൽ പെയിൻറ്റ് അടച്ച് ചെയ്താലും മതി. റിമ്മ് കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്, തുരുമ്പാണ്. ഫ്രണ്ട് ഷോക്ക് കംപ്ലയിൻ്റ് ഉണ്ട്, ബുഷ് സെറ്റുകൾ കംപ്ലയിൻ്റ് ഉണ്ട്, കോൺസെറ്റ് കംപ്ലയിൻ്റ് ആണ്, സിലിണ്ടർ പിസ്റ്റൺ കംപ്ലയിൻ്റ് ഉണ്ട്, ഓയിൽ കുറയണ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് സിലിണ്ടർ പിസ്റ്റൻ്റെ കംപ്ലയിൻ്റാണ്, അത് കംപ്ലയിൻ്റ് ഉണ്ട്. ബാക്കിലത്തെ ഷോക്ക് അബ്സർ വെറുതെ കിടന്ന് തെറിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ്. ഇപ്പോൾ ഫ്രണ്ട് ഷോക്ക് വേണമെങ്കിൽ തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ചെയ്യുകയാണെങ്കിൽ ക്ലിയറായിട്ട് മാറ്റി ചെയ്തു പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം ആലോചിക്കുക. ഒരു 2 വട്ടം ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മോഡൽ വണ്ടിയാണ്. പൈസ കയറും, പൈസ നല്ല രീതിയിലാവും. ക്ലിയറായിട്ടും നല്ല രീതിയിൽ മര്യാദയ്ക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എമൗണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആലോചിച്ചിട്ട് പറയും. നമുക്കതനുസരിച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. പിന്നെ CD യൂണിറ്റൊക്കെ പുതിയത് ഇരിക്കണേ. അത് ഡ്യൂപ്ലിക്കേറ്റാണ്, ഒറിജിനലൊന്നുമല്ല. CD യൂണിറ്റ് ഇരിക്കുന്നത് പുതിയതാണ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. എന്തായാലും പെർമിഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ അഴിക്കുള്ളൂ കേട്ടോ. പ്ലാറ്റ്ഫോമൊക്കെ പോയേക്കണം, മൊത്തം തുരുമ്പിട്ടൊക്കെ പോയി സൈഡൊക്കെ. ഓക്കെ, എന്തായാലും നോക്കിയിട്ടൊന്ന് പറയും, അതനുസരിച്ച് നമുക്ക് ചെയ്യാം.